ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുല്യനായ യേശു ക്രിസ്തുവിന്റെ പാവനമായ നാമത്തിൽ ശ്രേഷ്ഠ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്നും കർത്താവ് നമ്മളോട് സംസാരിക്കും. നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. പ്രാഗൽഭ്യത്തോടെ വേണ്ടും വണ്ണം സംസാരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് വചനത്തെ നൽകി തരേണ്ടതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഇന്നലെ ഈസ്റ്റർ സൺഡേ ആയിരുന്നു. ഇന്നലെ ഒരു ഉച്ചയായപ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, നിങ്ങൾ കത്തോലിക്കയാണോ എന്ന് ചോദിച്ചു. ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ പറഞ്ഞു, അതെ ഞാൻ ആണെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഇന്ന് ഈസ്റ്റർ സൺഡേ അല്ലേ? ഞാൻ പറഞ്ഞു, ആണല്ലോ. ഇന്ന് മാസ് ഉണ്ടോ? അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ, മാസ് ഉണ്ടല്ലോ. എവിടെ വെച്ചാ? അത് ഇന്ന സ്ഥലത്ത് വെച്ചാ. അപ്പം ഞാനും ലൊക്കേഷനൊക്കെ കൊടുത്തു. അയാൾ പറഞ്ഞു, ഞാൻ പുതുതായിട്ടും സൗദി അറേബ്യയിൽ വന്ന ഒരാളാണ്. എനിക്ക് ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ടും വിശേഷാൽ എനിക്ക് മാസിൽ പങ്കെടുക്കണം, കൂടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വരാൻ പറഞ്ഞു. അങ്ങനെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു. എന്തായാലും ആൾ ഇന്നലെ വന്നില്ല. ഞാൻ എന്തായാലും ആള് മാസിന് വേണ്ടി അല്ലെങ്കിൽ ഈസ്റ്ററിന് വേണ്ടി വരികയല്ലേ എന്ന് വിചാരിച്ച് എന്തായാലും ഒരു ഈസ്റ്റർ സന്ദേശമൊക്കെ ചെറുതായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചു. എന്തായാലും ആളിനെ കണ്ടില്ല. ആളുടെ പേര് എറിക്കെന്നാണ്. മകന് വേണ്ടി പ്രാർത്ഥിക്കുക. പറയുന്നതിൻ്റെ കാര്യം, ചിലർ സീസണൽ ക്രിസ്ത്യാനികളാണ്. 3 പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഒന്ന് ക്രിസ്മസ് ക്രിസ്ത്യാനികളും, 2 ഗുഡ് ഫ്രൈഡേ ക്രിസ്ത്യാനികളും, പിന്നെ ഈസ്റ്റർ ക്രിസ്ത്യാനികളും. ഇങ്ങനെ സീസണുകളിൽ മാത്രമാണ് അവരെ കാണുവാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് സീസണൽ ക്രിസ്ത്യാനികളാകാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വിശന്നപ്പോൾ താൻ ഇലയുള്ള ഒരു അത്തിയെ കാണുവാൻ ഇടയായി തീർന്നു. താൻ അടുത്ത് ചെന്നപ്പോൾ അതിനകത്ത് ഇലയല്ലാതെ യാതൊരു ഫലങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ അത്തിയെ ശപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, അത് സീസൺ അല്ലായിരുന്നു, അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു, അത് കായ്ക്കേണ്ടുന്ന കാലമല്ലായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം പൊതുവെ ഉയരും. സീസൺ അല്ലാത്ത സമയത്ത്, ഫലം കായ്ക്കാത്ത കാലത്തില്, ഫലം കായ്ക്കാത്തതിൻ്റെ പേരിൽ ആ അത്തിയെ ശപിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണോ? അത് അല്പം കടന്നുപോയില്ലേ എന്നും ഒരുപക്ഷെ പലരും ചോദിക്കുവാൻ സാധ്യതയുണ്ട്. ഇതേ ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു. കാരണം സീസൺ അല്ലാത്ത ഒരു സമയത്ത് എന്തുകൊണ്ടും ആ വൃക്ഷത്തെ കർത്താവ് ശപിച്ചു എന്നും. സത്യത്തിലും ഈ ഒരു സംഭവത്തിലൂടെ ദൈവം സംസാരിക്കുന്നതും ദൈവം സംസാരിക്കുന്ന വൃക്ഷങ്ങളോടല്ല. ഈ ഒരു സംഭവത്തിലൂടെ ദൈവം സംസാരിക്കുന്നതും മനുഷ്യനോടാണ് സംസാരിക്കുന്നത്. കാരണം ആ സംഭവം കണ്ടുകൊണ്ട് നിൽക്കുന്നത് ശിഷ്യന്മാരാണ്, അത് കേട്ടത് ശിഷ്യന്മാരാണ്, പിന്നീട് അത് ഓർത്തതും ശിഷ്യന്മാരാണ്. ഈ ഒരു സംഭവത്തിലൂടെ മാനസാന്തരപ്പെടുന്നത് മറ്റൊരു വൃക്ഷമല്ല, മറിച്ച് മനുഷ്യൻ കേട്ട് മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി ഒരിക്കലും സീസണൽ ആയിരിക്കുവാൻ, ചിലർ സൺഡേ ക്രിസ്ത്യാനികളാണ്, ചിലർ കൺവെൻഷൻ സീസൺ ആകുമ്പോഴാണ് അവരുടെ വിശ്വാസവും ഭക്തിയും ഒക്കെ മൂക്കുന്നതും. അന്ന് പണ്ടൊക്കെ നമ്മുടെ പള്ളികളിലെ പെരുന്നാളിന് ആവേശം കാണിക്കുന്നത് പോലെ ഒരിക്കലും പള്ളിയിൽ വരാത്തവർ പള്ളി പെരുന്നാളൊക്കെ ആകുമ്പം ഭയങ്കര ആവേശമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പെന്തക്കോസ്റ്റിലും ഈ കൺവെൻഷൻ പെരുന്നാളും അതിങ്ങനെ തകൃതിയായിട്ടും തകർന്നാടിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ അതിൻ്റെ പേരിലും അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിലും അത് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 10-50 ലക്ഷവും 40 ലക്ഷവും
1 കോടിയും 2 കോടിയും ഒക്കെ നടത്തി കൺവെൻഷനുകൾ, മിനി കൺവെൻഷനുകൾ, മുറ്റത്ത് കൺവെൻഷൻ മുതൽ മെഗാ കൺവെൻഷൻ വരെ വലിയ വലിയ സ്റ്റേഡിയങ്ങളൊക്കെ എടുത്ത് കൺവെൻഷനുകൾ നടത്തുന്നു. ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് ലോകപ്രശസ്തരായ എല്ലാവരെയും കൊണ്ടുവന്നും കോടിക്കണക്കിന്, ആളുകൾ പറയുന്നത് 4-5 കോടി രൂപ അതിന് ചെലവായെന്നാണ്. അതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. മറിച്ച് കുറെ ദുരുപദേശങ്ങളും ഈ ലോകത്തിലെ കുറെ ചവറുകളും ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെട്ടതല്ലാതെ അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെട്ടു എന്ന് പറയുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് എനിക്കറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ കോടികൾ മുടക്കുന്നുണ്ട്, പക്ഷേ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നില്ല. ദൈവം നമ്മളോട് കരുണ തോന്നുമാറാകട്ടെ. കൺവെൻഷൻ നടത്തുന്നതിനകത്ത് തെറ്റുണ്ടെന്നല്ല, കുറഞ്ഞ പക്ഷം അറ്റ്ലീസ്റ്റ് അതെങ്കിലും നടത്തുന്നുണ്ടല്ലോ എന്നോർത്തുള്ള ഒരു സംതൃപ്തിയാണ്. പൗലോസ് പറയുന്നത് പോലെ അസൂയ കൊണ്ടാണെങ്കിലും ഇത് ഒരു ഒരു വാശിയും അല്ലെങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിലും ക്രിസ്തുവിനെ ആണല്ലോ പ്രസംഗിക്കുന്നത് എന്നോർത്തും പൗലോസ് സ്വയം ആത്മാവിൽ സംതൃപ്തി അടയുന്ന വചനം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 60-ാം വാക്യം. മാത്യു 27:60. താൻ പാറയിൽ വെട്ടിയിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം വെച്ചു. കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. നോക്കണം, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം യേശു ക്രിസ്തുവിൻ്റെ ശരീരമെടുത്ത് അതേയും വലിയ ധനികന്മാരെ അടക്കുന്നത് പോലെ, രാജാക്കന്മാരെ അടക്കുന്നത് പോലെയുള്ള 100 റാത്തൽ അകിലും മൂരും കൊണ്ടുള്ള ഒരു കൂട്ടൊക്കെ ഉണ്ടാക്കി നിർമ്മല ശീലകളൊക്കെ പൊതിഞ്ഞും അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ധനികരായിരുന്ന അരിമത്യക്കാരനായ ശ്രേഷ്ഠ മന്ത്രി ആയിരുന്ന ജോസഫും പിന്നീട് രഹസ്യ ശിഷ്യനായിരുന്ന നിക്കോദോമസും കൂടെ ചേർന്നും അതേ ഒരു പ്രവചനം നിറവേറണമായിരുന്നു. ജനനം അവൻ അതിദാരിദ്ര്യത്തിലായിരുന്നുവെങ്കിൽ ഏറ്റവും ദരിദ്രരായവരെക്കാളും ദരിദ്രനായി എന്ന് പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരനേക്കാളും താഴ്ന്ന നിലവാരത്തിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം വളരെ താഴ്മയിലായിരുന്നുവെങ്കിൽ ഒരു പ്രവചനമുണ്ടായിരുന്നു, അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ താൻ നിന്ന മണ്ണ് പോലും, താൻ പാദം വെച്ച് മണ്ണ് പോലും തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരുത്തൻ യേശുവിൻ്റെ പുറകെ ഓടി വന്നു, ഗുരുവും. യേശു തിരിഞ്ഞു നിൽക്കുമ്പോൾ അവൻ ഓടി വരികയാണ്. യേശു ചോദിച്ചു, നിനക്ക് എന്തു വേണം? ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട് ചോദിച്ചു, എങ്ങനെ നിനക്ക് എന്നെ അനുഗമിക്കുവാൻ വേണ്ടി കഴിയും? ആകാശത്തിലെ പറവകൾക്ക് ആകാശമുണ്ട്, ഭൂമിയിലെ കുറുനരികൾക്ക് കുഴിയുണ്ട്. മനുഷ്യപുത്രനായി എനിക്ക് തല ചായ്ക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ഇടമില്ല എന്ന് പറയുവാനിടയായി തീർന്നു. നോക്കണം, കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്ന മണ്ണ് പോലും തനിക്ക് സ്വന്തമെന്ന് പറയുവാൻ വേണ്ടി ഇല്ലായിരുന്നു. അതേസമയം ഈ പ്രപഞ്ചം മുഴുവൻ, ഈ അഖിലാണ്ടം മുഴുവനും പടച്ചവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ള സത്യം കൂടെ അതേ സമയത്ത് തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മരണത്തിൽ കർത്താവ് സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. യേശു മരിച്ചു എന്നറിഞ്ഞപ്പോൾ രഹസ്യത്തിൽ ക്രിസ്ത്യാനികളായിരുന്ന ശിഷ്യന്മാരായിരുന്ന അരിമത്യക്കാരനായ ശ്രേഷ്ഠ മന്ത്രിയും മഹാധനവാനുമായിരുന്ന ജോസഫ് പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. അതേപോലെ തന്നെ രാത്രിയിൽ തൻ്റെ അടുക്കൽ വന്ന നിക്കോദോമസ് എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായ ശിഷ്യനും, അവർ രഹസ്യ ശിഷ്യന്മാരായിരുന്നു, അവർ പുറത്തു വരുവാനിടയായി തീർന്നു. യേശുവിൻ്റെ മരണത്തോടുകൂടെ ഒത്തിരിയും പേരും പരസ്യമായി യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുവാനിടയായി തീർന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പേരാണ് അരിമത്യക്കാരനായ ജോസഫും ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്ന നിക്കോദോമസും. അതിനപ്പുറമായി യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ. യേശു മരിക്കുന്നത് വരെയും അവർ യേശുവിനെ വിശ്വസിക്കുന്നവരായിരുന്നില്ല. യേശുവിനെ
അവിശ്വസിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ യേശുവിനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. കാരണം യേശു പെസഹായ്ക്ക് വേണ്ടി പോകുന്ന സമയം വരെയും തൻ്റെ സഹോദരന്മാർ അവനോട് പറയുകയാണ്, നീ ഈ ഗ്രാമത്തിൽ നിന്ന് കറങ്ങാതെ നീ വലിയ ആളാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ, പ്രശസ്തനാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ, ആളുകളൊക്കെ കൂടുന്നത് അങ്ങ് യെരൂശലേമിൽ, അവിടെ മേള നടക്കുന്നതും ഉത്സവം നടക്കുന്നതും ദേവാലയം ഇരിക്കുന്നതും അങ്ങ് യെരൂശലേമിലാണ്, അവിടെ പോയിക്കൂടെ എന്നും ശിഷ്യന്മാര് ചോദിക്കുന്നു. അത് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിലാണ്. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, അവൻ്റെ സഹോദരന്മാരും അവനിൽ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു മരിച്ചു കഴിയുമ്പോൾ ആ ക്രൂശിന്റെ ദർശനം നോക്കണം. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന സഹോദരന്മാരാണ്. യേശു സാക്ഷാൽ ദൈവമാണെങ്കിലും ജനിക്കുന്നതും മറിയയുടെ ഉദരത്തിൽ നിന്നായതുകൊണ്ടും മറിയയുടെ ഉദരത്തിൽ നിന്നും പിറന്ന തൻ്റെ കൂട്ടു സഹോദരന്മാരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. അതിഭക്തയായ മറിയയുടെ മക്കളും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിച്ചില്ല. അവർ യേശു ക്രിസ്തുവും മരിച്ചു കഴിഞ്ഞ് അവരെല്ലാവരും വിശ്വസിക്കുവാനിടയായി തീർന്നു. യാക്കോബ് പിന്നീട് സഭയുടെയും അധ്യക്ഷനായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. യൂദ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ 4 ശിഷ്യന്മാർ, യാക്കോബ്, യോസെ, യൂദ, ശിമോൻ, ഇവരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ഇവർ 4 പേരും കർത്താവിൻ്റെ രക്തസാക്ഷികളായി തീരുകയും ചെയ്തതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ട ശിഷ്യന്മാരാണ് ധനികനായ ജോസഫും ഈ നിക്കോദോമസും. അവരെന്ത് ചെയ്തു? രാജാക്കന്മാരെ അടക്കുന്നത് പോലെയും എന്ത് ചെയ്തു? 100 റാത്തൽ അകിലും മൂരും കൊണ്ടുള്ള ഒരു വലിയ സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു വലിയ കൂട്ടുണ്ടാക്കി. എന്നിട്ട് ഈ മഹാധനികനായ ജോസഫിനെ അടക്കം ചെയ്യുവാൻ വേണ്ടി ഒറ്റ പാറയ്ക്കകത്ത്, എന്ന് വെച്ചാൽ വെച്ചുകെട്ടൊന്നും ഇല്ലാത്ത ഒറ്റ പാറയ്ക്കകത്ത് ഉണ്ടാക്കിയ ഒരു ഗുഹം, താൻ മരിക്കുമ്പോൾ തന്നെ അടക്കം ചെയ്യുവാൻ വേണ്ടി വിശാലമായ മനോഹരമായ ഒരു പൂന്തോട്ടത്തിന്റെ നടുവിലുള്ള ഈ കല്ലറ തനിക്ക് വേണ്ടി താൻ അടക്കം ചെയ്യുവാൻ വേണ്ടി താൻ പണി കഴിപ്പിച്ചതാണ്. പക്ഷെ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ അടക്കത്തെക്കുറിച്ചോ തൻ്റെ മഹിമകളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ആ കല്ലറ താൻ യേശുക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതും നമ്മൾ കാണുകയാണ്. അങ്ങനെ ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ആ പൂന്തോട്ടത്തിൻ്റെയും നടുവിലുള്ള ആ മനോഹരമായ, അല്ലെങ്കിൽ ഒറ്റ പാറയ്ക്കകത്ത് വെട്ടിയെടുത്ത ആ കല്ലറയിൽ യേശു ക്രിസ്തുവിനെ മഹാധനികന്മാർ അടക്കം ചെയ്യുന്നത് പോലെ തന്നെ യേശു ക്രിസ്തുവിനെയും അടക്കം ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. 62-ാം വാക്യം, മാത്യു 27:62. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജമാനനെയും ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. നോക്കണം, ശിഷ്യന്മാരെ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? മറന്നു പോകുവാൻ ഇടയായി തീർന്നു. യേശു മരിച്ചെന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും ജീവനും കൊണ്ടും പലായനം ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഈ പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഈ പള്ളിപ്രമാണികളും പുരോഹിത വർഗം മറന്നില്ല. യേശു വല്ലപ്പോഴും മാത്രം എവിടെയോ വെച്ച് പറഞ്ഞ കാര്യം അവർ നന്നായിട്ട് ഓർത്തിരുന്നു, ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ 3.5 വർഷം കൂടെ കിടന്ന് ഇരുന്ന് നടന്നും ആഹാരം കഴിച്ചും യേശു ക്രിസ്തുവിൽ നിന്നും കേട്ടും യേശു വന്നത് തന്നെ മരിക്കുവാൻ വേണ്ടിയാണ്. എത്രയോ പ്രാവശ്യം യേശു ക്രിസ്തു പറഞ്ഞു, അവരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അവസാന സമയത്ത് യേശു പറഞ്ഞു, നാം യെരൂശലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് ഞാൻ പിടിക്കപ്പെടും, അവരെന്നെ പിടിക്കും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നും ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും അവർക്ക് ഓർമ്മയില്ല. അവരെല്ലാം വിട്ടുകളയുവാൻ ഇടയായി തീർന്നു. എന്നാൽ പരീശന്മാർ ഇത് നന്നായിട്ട് ഓർത്തിരുന്നു. അവർ പറയുകയാണ്, രാത്രിയിൽ തന്നെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, യജമാനനെയും ആ ചതിയൻ, നോക്കണം, പീലാത്തോസിനെ യജമാനനെ എന്ന് വിളിച്ചു. എന്നിട്ട് സൃഷ്ടാവായ ദൈവത്തെ
രക്ഷകനായ യേശുവിനെ ഈ പരീശന്മാർ ഈ ഈ പുരോഹിതവർഗം വിളിക്കുന്ന വിളി കണ്ടോ? ആ ചതിയൻ യേശു എന്ത് ചതിയാണ് ഇവന്മാർക്ക് ചെയ്തതും, എന്നിട്ട് ഈ ദുഷ്ടന്മാർ പറയുന്ന വാക്കുകൾ, നീചമായ വാക്കുകൾ കേട്ടില്ലേ? ആ ചതിയൻ പറയുകയാണ് 3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ട് അബദ്ധം പറ്റാതിരിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? 3 നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. 3 ദിവസത്തേക്കും അതിശക്തമായി കല്ലറ എന്ത് വരുത്തണം? ഉറപ്പുവരുത്തണം. 65-ാം വാക്യം 27:65. പീലാത്തോസ് അവരോടും, കാവൽ കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവീൻ എന്ന് പറഞ്ഞു. അവൻ നോക്കണം, റോമ സാമ്രാജ്യത്തിന്റെ മുഴുവൻ സംരക്ഷണവും കിട്ടുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 50 പട്ടാളക്കാരും, മറ്റൊരിടത്ത് വായിക്കുന്നു 500 പട്ടാളക്കാരും കൊടുത്തു എന്നാണ്. എന്നുവെച്ചാൽ റോമൻ ഗവൺമെന്റിന്റെ 500 പട്ടാളക്കാരെയും, പിന്നെ ഈ പുരോഹിതത്തിന് ടെമ്പിൾ ഗാർഡുകൾ ഉണ്ടല്ലോ, ഈ മതകാര്യ പോലീസ്, അത് എത്രയുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും വലിയൊരു ബറ്റാലിയൻ പട്ടാളം 2 ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് റോമൻ പട്ടാളം, 2 ഈ യഹൂദന്മാരുടെയും അമ്പലത്തിലെയും അല്ലെങ്കിൽ ടെമ്പിൾ ഗാർഡുകൾ, മതകാര്യ പോലീസ്, ഒരു വലിയ സന്നാഹം. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? പീലാത്തോസ് അവരോട്, കാവൽ കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിനെ മുദ്ര വെച്ചു, കാവൽ കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സന്നാഹങ്ങളും അവരൊരുക്കി. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ലാത്ത ഹൈ സെക്യൂരിറ്റിയും, ഇന്ന് ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഇസഡ് കാറ്റഗറി അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കാറ്റഗറി വല്ലതും ഉണ്ടെങ്കിൽ അത്രയും വലിയ സുരക്ഷയാണ് ഈ കല്ലറയ്ക്ക് ഒരുക്കിയിരിക്കുന്നതും. അന്ന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചങ്ങലകളൊക്കെ അന്ന് ഇസ്രായേൽ ദേശത്തുള്ള സകല 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 ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചങ്ങലകളൊക്കെ അവർ സംഘടിപ്പിച്ചു. എന്നിട്ട് ശക്തിയോടുകൂടെ അവരെന്ത് ചെയ്തു? കല്ലറ മുഴുവനും ചുറ്റി വരിഞ്ഞും ചങ്ങലയ്ക്ക് വെച്ചു. എന്നിട്ട് റോമൻ ഇമ്പീരിയൽ മുദ്രയുണ്ട്, ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയാത്ത ആ മുദ്ര കൊണ്ട് റോമൻ മുദ്ര പതിപ്പിക്കുവാനിടയായി തീർന്നു. ഇനി ആരെങ്കിലും അതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ, തൊടാൻ പറ്റത്തില്ല, തൊട്ട് കഴിഞ്ഞാൽ അവൻ കളിക്കുന്നത് റോമൻ സാമ്രാജ്യത്തോടാണ്. അവന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് അവന് ലഭിക്കുന്നത്. നോക്കണം പ്രിയപ്പെട്ടവരും, 28-ാം അധ്യായം 2-ാം വാക്യം, മത്തായി 28:2. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നും കല്ല് ഉരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നും. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. അതിന്റെ 28:4. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. നോക്കണം, ഇത്ര വലിയ സന്നാഹം, ഇത്ര വലിയ സുരക്ഷ ഉറപ്പുവരുത്തി. കല്ലറ ഒരിക്കലും തുറക്കപ്പെടുകയില്ല, തുറക്കാൻ ആർക്കും കഴിയത്തില്ല. മാനുഷികമായിട്ടും ആർക്കും തുറക്കുവാൻ കഴിയാത്ത രീതിയിലും അന്ന് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ സന്നാഹങ്ങൾ കൊണ്ടും അവർ കല്ലറ ഏറ്റവും ഉറപ്പുവരുത്തി. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ മാത്രമേ അയച്ചുള്ളൂ. ആ ദൂതൻ വന്നും കല്ല് തനിയെ ചങ്ങലം വെറും ചണനൂല് പോലെ പൊട്ടി പിഞ്ചി ചീന്തി പോകുവാനിടയായി തീർന്നു. വലിയ പടുകൂറ്റൻ ചങ്ങലകൾ എന്ത് ചെയ്തു? അത് തനിയെ പൊട്ടി പോകുവാനിടയായി തീർന്നു. ഒരു നൂല് പൊട്ടുന്നത് പോലെ, ഒരു ചണം പൊട്ടുന്നത് പോലും. എന്നിട്ട് ആ വലിയ കല്ല് ഉരുണ്ട് മാറി കല്ലറ തുറന്നും. എന്നിട്ട് ആ കല്ലിന്റെ മുകളിൽ ദൂതൻ ഇരിക്കുകയാണ്. ആ ഒരു ചെറിയ ദൂതനെ കണ്ടപ്പോൾ റോമൻ പട്ടാളക്കാരും, അവിടെ എഴുതിയിരിക്കുന്നു, കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി തീർന്നു. ഒരു ദൂതനെ കണ്ടതേ ഉള്ളൂ. ദൂതൻ പിന്നെ ഇടപെട്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം. യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ യോഹന്നാൻ 18:4 ജോൺ 18:6 നമ്മൾ വായിക്കുന്നു, യേശുവിനെ പിടിക്കുവാൻ വേണ്ടി പടയാളികൾ വന്നു. അപ്പൊ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നസറായനായ യേശുവിനെയാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, ഞാനാകുന്നു നസറായനായ യേശു.
ഇത് പറയുമ്പോൾ തന്നെ പടയാളികൾ പുറകോട്ടും, അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണും. ആ യേശു ക്രിസ്തു മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ നിൽക്കുന്നതെങ്കിലും തൻ്റെ മേലുള്ള ആ ദൈവത്വത്തിന്റെ ശക്തിയാൽ അവരോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം യേശുവാണ് എന്നറിഞ്ഞപ്പോൾ പടയാളികൾ പുറന്നോട്ട് വീണും നിലത്ത് വീഴുവാനിടയായി തീർന്നു. ഇവിടെ ഒരു ദൂതനെ മാത്രമേ കണ്ടുള്ളൂ. ഇത്രയും വലിയ സന്നാഹം, 500 പട്ടാളക്കാരും, പിന്നെ ടെമ്പിൾ കോർട്ടിലെ ഗാർഡുകളും, പിന്നെ അവിടെ കാവൽ നിന്നിരുന്ന യഹൂദ പരീക്ഷകളും, ഇവരുടെ എല്ലാം കൂടെ നടുവിൽ ഒരു ദൂതൻ വന്നതേ ഉള്ളൂ. അവരെല്ലാവരും മരിച്ചവരെ പോലെ, കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് മരിച്ചവരെ പോലെ ആയി പിൻവാങ്ങി നിലത്ത് വീഴുവാനിടയായി തീർന്നു. നോക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ വേണ്ടി വന്നവരോടും മഹാപുരോഹിതന്മാരോടൊക്കെ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ദിനംപ്രതി ദേവാലയത്തിൽ ഇരുന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നതല്ലേ? ഞാൻ എവിടെയും ഒളിച്ചും പാത്തും ഒന്നും അല്ലല്ലോ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതും. എന്തുകൊണ്ട് എന്നെ നിങ്ങൾ പിടിച്ചില്ല, അറസ്റ്റ് ചെയ്തില്ല? ഇപ്പോൾ രാത്രിയിലെ കള്ളനെ പിടിക്കാൻ വരുന്നത് പോലും വടിയും വാളും ഒക്കെയായിട്ട് നിങ്ങളും എന്തിനാണ് എൻ്റെ അടുക്കൽ വരുന്നത് എന്ന് ചോദിച്ചു. യേശു പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ എൻ്റെ പിതാവിനോടും ഒരു വാക്ക് പറഞ്ഞാൽ മതി, 12 ലെഗ്യോൻ ദൂതന്മാരെ എൻ്റെ പിതാവെ ഇവിടെ അയക്കും. ഒരു ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 ദൂതന്മാരും, 12 ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ 72,000 ദൂതന്മാരും ഒരു വാക്ക് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇറങ്ങും. 72,000 ദൂതന്മാർ ഈ ഭൂമിയിൽ ഇറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ വായിക്കുന്നുണ്ട്, അശൂർ പാളയത്തിലെ ഒരു ദൂതൻ ഇറങ്ങിയതേ ഉള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെയാണ് ഒരു ദൂതൻ കൈകാര്യം ചെയ്തതും. അങ്ങനെയാണെങ്കിൽ 12,000 ദൂതന്മാർ ഈ ഭൂമിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും പിന്നീട് ശേഷിക്കത്തില്ല, യാതൊന്നും പിന്നെ ശേഷിക്കത്തില്ല. എന്നാലും കർത്താവ് പറയുകയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഇതല്ല, എൻ്റെ സാമ്രാജ്യം ഇതല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ ചേവകരും പടപെട്ടുമായിരുന്നു എന്നും യേശു ക്രിസ്തു പറയുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെയും, യേശുവിനെ പിടിക്കുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല. മനുഷ്യനായി ജീവിക്കുന്ന യേശുവിനെ പിടിക്കുവാൻ, അല്ലെങ്കിൽ യേശുവിനോട് അടുക്കുവാൻ പോലും ഒരു മനുഷ്യനും സാധ്യമായിരുന്നില്ല. മറിച്ച് യേശു സ്വയമായിട്ട് തന്നെ ഏൽപ്പിച്ച് കൊടുക്കുകയായിരുന്നു. അതിൻ്റെ മത്തായി സുവിശേഷം 28:2, 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 28 അതിന്റെ 5 മുതൽ. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുകയും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുകയും, അവൻ നിങ്ങൾക്ക് മുമ്പേ ഇതിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശുക്രിസ്തു മരിക്കാൻ വേണ്ടിയാണ് വന്നതും യേശുക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. നമുക്കറിയാം, ഈ ലോകത്തിൽ പല മത നേതാക്കന്മാരുണ്ടായിരുന്നു, പല സാമുദായിക നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പ്രവചിച്ചു താൻ ഇന്ന ദിവസം മരിക്കുമെന്ന്. അങ്ങനെ സംഭവിച്ചില്ല. നമുക്കറിയാം, ശ്രീനാരായണ ഗുരു സമൂഹത്തിൽ നവോത്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹവും താൻ മരിക്കുന്ന ദിവസം പ്രവചിച്ചു. പക്ഷേ സമയമായപ്പോൾ താൻ മരിക്കുന്നില്ല. അവസാനം തൻ്റെ ശിഷ്യനായ, എനിക്കൊന്ന് രാഘവനാണെന്ന് തോന്നുന്നു, പറഞ്ഞു, അവിടെ വച്ച് പൂജിച്ചുകൊണ്ടിരുന്ന ആ തേങ്ങ എടുത്ത് തൻ്റെ തലയ്ക്കടിക്കാൻ വേണ്ടി പറഞ്ഞു. താൻ അത് ചെയ്യുവാൻ മനസ്സില്ലാതെ പിന്നീട് താൻ വീണ്ടും തൻ്റെ ശിഷ്യനോട് പറയുകയും, അങ്ങനെ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ആ ശിഷ്യൻ അങ്ങനെ ചെയ്തും ആ പറഞ്ഞ സമയത്ത് മരിക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് നമുക്കറിയാം, സായിബാബ പ്രവചിച്ചത്, സായിബാബ പറഞ്ഞത് 2022 മാത്രമേ താൻ മരിക്കത്തുള്ളൂ. തൻ്റെ ഡേറ്റും സമയവും എല്ലാം സായിബാബ പ്രവചിച്ചു. 17 കോടി ഭക്തന്മാരാണ് സായിബാബയ്ക്കുള്ളതും. ഇന്നും ഭക്തന്മാർ കുറഞ്ഞിട്ടില്ല, മരിച്ചു പോയി എങ്കിലും ഇന്നും ഏകദേശം അത്രയും കോടി ആളുകളും സായിബാബയുടെ രൂപം വെച്ചിട്ടും വിളക്ക് കത്തിച്ച്
പൂജ നടത്തുന്നുണ്ട്, തന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കേരളത്തിലും വലിയൊരു കൂട്ടം ആളുകളും സായിബാബ ഭക്തന്മാരാണ്. അപ്പം ഈ സായിബാബയും പറഞ്ഞു, ഞാൻ 2022 മരിക്കത്തുള്ളെന്നും. കാരണം ഭഗവാനാണല്ലോ, ഭയങ്കര അത്ഭുതം ചെയ്യുന്ന ആളാണ്. പക്ഷെ 2011 തനിക്ക് ഒരു അസുഖം പിടിക്കുവാനിടയായി തീർന്നു. പനി. അത് സാധാരണ പനിയല്ലേ, അങ്ങനെ ഭഗവാനാണെങ്കിലും പനി പിടിക്കും. പനി പിടിച്ചു, മാറുമെന്ന് വിചാരിച്ചു. താൻ തൻ്റെ ശരീരം ക്ഷീണിച്ചു, മൂക്കുകൾ അടഞ്ഞു, സംസാരം വ്യത്യാസപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്നും. അദ്ദേഹം പറഞ്ഞില്ല, എന്നെ മാറ്റണ്ട, ഞാൻ ഭഗവാനാണ്, ഞാൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ 2022 മരിക്കത്തുള്ളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത്ര വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇന്ന സ്ഥലത്ത് വീണ്ടും പുനർജനിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ രോഗം അങ്ങ് മൂർച്ഛിച്ചും ബോധം നഷ്ടപ്പെട്ടും ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാനിടയായി തീർന്നു. ഹോസ്പിറ്റലിൽ ചെന്നും വിദഗ്ധമായ ചികിത്സകളൊക്കെ കൊടുത്തു. ഇന്ത്യയിലുള്ള മുഴുവൻ ഡോക്ടേഴ്സും അദ്ദേഹത്തെ ചികിത്സിച്ചു. അവസാനം നടക്കാതെ വന്നപ്പോൾ ആസ്ട്രേലിയയിൽ നിന്നും ഡോക്ടേഴ്സിനെ വരുത്തി, അമേരിക്കയിൽ നിന്നും പ്രശസ്തന്മാരായ ഡോക്ടർമാരെ വരുത്തി. അവരും വന്ന് ഭഗവാനെ ചികിത്സിച്ചു. അവർ പറഞ്ഞു, മനുഷ്യരായ ഡോക്ടേഴ്സ് പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അവസാനം ശ്വാസം കിട്ടാതെ ആ കണ്ടീഷൻ വളരെ മോശമായപ്പോൾ മെഷീൻ വെന്റിലേറ്ററിൽ ഫിക്സ് ചെയ്തു. വെന്റിലേറ്ററും വിചാരിച്ചു എനിക്കെങ്കിലും ഭഗവാനെ രക്ഷിക്കാൻ കഴിയുമെന്നും. അവസാനം മെഷീനും പറഞ്ഞു, എനിക്കും ഭഗവാനെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ തൻ്റെ പ്രവചനം നിറവേറാതെ താൻ 2011 മരിക്കുന്ന കാഴ്ചയാണ് നമ്മളും ലോകം മുഴുവൻ കാണുന്നതും. നോക്കണം, താൻ പറഞ്ഞതുപോലെ, താൻ പ്രവചിച്ചതുപോലെ നടന്നില്ല. അപ്പോഴേ നമുക്കറിയാം ഇയാൾ കള്ളനാണ്, വ്യാജനാണ്, ഇദ്ദേഹം കള്ള ദൈവമാണ് എന്ന് അന്നേരം തന്നെ ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. മനോരമയ്ക്കകത്ത് വളരെ പച്ചയായിട്ട് ഇതെല്ലാം എഴുതി വന്നിരിക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം ഞാൻ അത് കട്ട് ചെയ്തും ഞാനത് എൻ്റെ സിസ്റ്റത്തിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇന്നും ആളുകൾ കുറവൊന്നുമില്ല. ഇന്നും അന്നും 17 കോടി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇന്ന് 20 കോടിയായി കാണും. വ്യാജനാണെന്ന് അറിഞ്ഞിട്ടും, കള്ളനാണെന്ന് അറിഞ്ഞിട്ടും, കള്ളഭഗവാനാണ് എന്ന് അറിഞ്ഞിട്ടും, ഇയാൾ പ്രവചിച്ചതുപോലെ നടന്നില്ല എന്ന് അറിഞ്ഞിട്ടും എന്ത് ചെയ്യുകയാണ് ആളുകളും. ഭക്തന്മാരുടെ യാതൊരു കുറവില്ല. ഭക്തന്മാർ ഇന്ന് ഈ ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്, വ്യാജമായതിലേക്ക്. നമുക്കറിയാം ഗുർമീത് സിംഗ് റാം റഹീം എന്ന് പറയുന്ന സച്ചാ ദേറായിയുടെ നേതാവ്, താൻ ഇത്രയും വലിയൊരു വ്യഭിചാരി ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ആത്മീകാചാര്യന്മാരിൽ ഏറ്റവും വലിയ വ്യഭിചാരി. താൻ താമസിക്കുന്ന ഇടത്ത് നിന്ന് തുരങ്കമായിരുന്നു എങ്ങോട്ടും, അവിടെ താമസിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഓരോ പെൺകുട്ടികളെ രാത്രിയിൽ കൊണ്ടുവരും. എന്നിട്ട് ലൈംഗിക വേഴ്ച നടത്തും. അതിനകത്ത് അതിനെ കണ്ടിട്ടുള്ള എതിർത്തിട്ടുള്ളവരെല്ലാം താൻ കൊന്നുമൂടി. ഇതെല്ലാം നാം പത്രത്തിൽ വായിച്ചാണ്. ആയിരക്കണക്കിന് ആളുകളുടെ അസ്ഥികൂടമാണ് അവിടെ നിന്നും കണ്ടെടുക്കുവാൻ ഇടയായി തീർന്നത്. ഇതൊരു അധോലോകമായിരുന്നു. എന്തായാലും 2-3 പെൺകുട്ടികൾ പോയി പരാതിപ്പെട്ടു. അങ്ങനെ ഈ ഭഗവാനെ തെളിവുകൾ സഹിതം പിടിച്ചും എന്ത് ചെയ്തു, ജയിലിൽ അടച്ചിരിക്കുകയാണ്, ഹരിയാനയിലെ ജയിലിൽ. ഇപ്പൊ ഈ ഭഗവാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് കണ്ട് പരോളിൽ ഇറങ്ങിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നോക്കണം, ഇയാൾ ഇത്രയും വലിയ വ്യഭിചാരിയാണെന്ന് അറിഞ്ഞിട്ടും, ഇവൻ ഇത്രയും വലിയ ദുഷ്ട മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ടും ഫോളോവേഴ്സ് കുറയുന്നില്ല. ഏകദേശം 23 കോടി ജനങ്ങളാണ് സച്ചാ ദേറയിലും ഗുർമീത് സിംഗ് റാം റഹീമിനെ ഇന്നും പൂജിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മുടെ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതും? വ്യാജമായതിലേക്ക് മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ഭഗവാനാണ് ആശാറാംജി ബാപ്പു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം അതിഗംഭീരമാണ്. ജനകോടികളാണ് തൻ്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വരുന്നതും. താൻ ആദ്യകാലങ്ങളിൽ വെറും ഒരു പ്രഭാഷകനായിരുന്നു. പിന്നീട് താൻ ഭഗവാനായി മാറി, ആൾ ദൈവമായി മാറി. താനും അനേകം പെൺകുട്ടികളെ പീഡിപ്പിക്കുവാനിടയായി തീർന്നു. അവസാനം താനും പിടിക്കപ്പെട്ടും താനെ ഇപ്പോഴും ജയിലിൽ കിടക്കുക. ഇന്ന് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്മാരുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ. ജയിലിൽ കിടക്കുന്ന ഭഗവാന്മാരും അനേകം ഭഗവാന്മാരാണ്. നോക്കണം, സാക്ഷി പറയാൻ വന്നവരെ എല്ലാം ഈ ആശാറാംജിയുടെ വാളും കൊന്നുകളയുവാൻ ഇടയായി തീർന്നു. കാരണം ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. രാഷ്ട്രീയക്കാരെല്ലാം വന്നിട്ട് ഇവരുടെ കാലുകൾ വീഴുകയാണ്. ഇവരുടെ കാല് കഴുകുന്ന വെള്ളം കുടിക്കുവാൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു മടിയുമില്ല. നമ്മുടെ അച്യുതാനന്ദൻ മാത്രമേ അതിന് ഗട്സ് കാണിച്ചുള്ളൂ. പണ്ട് അമൃതാമയുടെ അടുക്കൽ ഒരു പെൺകുട്ടി, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചെന്നു.
അവൾ അവളുടെ ദുഃഖങ്ങൾ അമ്മയോട് പറഞ്ഞു. അവളുടെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അമ്മ അവളോട് ചോദിക്കുകയാണ്, നീ ആരാന്ന് ചോദിച്ചു, നിന്റെ തൊഴിൽ എന്തുവാ? അപ്പോൾ പറഞ്ഞു, അലക്കാണ്. അവളുടെ അവളുടെ മാതാപിതാക്കൾ അലക്ക് ജോലി ചെയ്തും ജീവിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നു. ഉടനെ ഈ അമ്മ എന്ന് പറയുന്ന ഈ സുധാമണി പറഞ്ഞത്, അലക്കുകാരന്റെ മകൾ അലക്കി ജീവിച്ചാൽ പോരെ, നീ എന്തിനാ ഈ വലിയ കൊമ്പിൽ കയറി പിടിച്ച് എഞ്ചിനീയറിന് പഠിക്കാനൊക്കെ പോകാൻ നിന്നോട് ആര് പറഞ്ഞു? കൊക്കിൽ കൊത്തുന്നത് കൊത്തിയാൽ പോരെ കുച്ചേ എന്നും അമ്മ പറയുവാനിടയായി തീർന്നു. നോക്കണം, ദുഃഖം സഹിക്കാൻ മേലാതെ മാനസികമായ സംഘർഷത്തിൽ ഫീസ് കൊടുക്കുവാൻ ഗതിയില്ലാതെ കഷ്ടപ്പെട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ പരീക്ഷ എഴുതുവാൻ പരീക്ഷാ ഫീസ് പോലും അടയ്ക്കുവാനില്ലാത്ത ഈ പെൺകുട്ടി അമ്മയുടെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ദിവസങ്ങൾ കാത്തു നിന്ന് അമ്മയുടെ ദർശനം കിട്ടി ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞും അവിടെ ചെന്ന് അമ്മയുടെ ദർശനം കിട്ടിയപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടിയ വരദാനം ഇതാണ്. അവളുടെ മനസ്സ് തകർന്നും അവൾ പഠിക്കുന്ന കോളേജിന്റെ മുകളിൽ നിന്ന് അവൾ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി തീർന്നു. അന്ന് അത് വലിയ കോളിളക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു. ആരൊക്കെ ഇത് ഓർക്കുന്നെന്ന് അറിയുന്നില്ല. പക്ഷെ അച്യുതാനന്ദൻ അതിന് പ്രതികരിച്ചു. പത്രത്തിൽ തന്റെ വർത്തമാനം വന്നു. അങ്ങനെ അലക്കുകാരന്റെ മകളായ ഈ പെൺകുട്ടി അലക്കി ജീവിക്കണമെന്നും അമൃതാമായി പറയുന്നുവെങ്കിൽ സുധാമണി, കടൽക്കരയിലെ മീൻ വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന സുധാമണി മീൻ വിറ്റ് ജീവിക്കണമായിരുന്നു എന്ന് അച്യുതാനന്ദൻ തുറന്നടിക്കുവാനിടയായി തീർന്നു. അത് വലിയ വിവാദമായി തീർന്നു. ബാക്കിയുള്ള നേതാക്കന്മാർ, ആന്റണി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ചെന്നിട്ട് കാല് കഴുകി വെള്ളം കുടിച്ചും അമ്മയെ ജയ ജയ എന്നൊക്കെ പറഞ്ഞും പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കാരണം ഇവർക്ക് എപ്പോഴും രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ഇവർക്കെല്ലാം ഗുണ്ടാ സ്വാധീനമുണ്ട്. ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുവാനിടയായി തീരും. എന്നാൽ അവരുടെ കൂടെ 23 വർഷം ജീവിച്ചിരുന്ന ഓസ്ട്രേലിയക്കാരി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവസാനം അവരൊരു പുസ്തകം എഴുതി. ഏതോ ഒരു ഹെൽ എന്നുള്ള ഒരു ഹെൽ ഓൺ എർത്തോ അങ്ങനെ ഹോളി ഹെൽ എന്നുള്ള പുസ്തകം താൻ എഴുതുവാനിടയായി തീർന്നു. എന്നിട്ട് അതിന്റെ പേരിൽ അവർക്കെതിരെ കേസ്, കരുനാഗപ്പള്ളി പോലീസ് ഓസ്ട്രേലിയക്കാരിക്കെതിരെ കേസെടുക്കുവാനിടയായി തീർന്നു. 22 വർഷം തൻ്റെ കൂടെ ജീവിച്ച ആ ഓസ്ട്രേലിയക്കാരി മദാമ, സന്യാസിയായി തീർന്ന മദാമ, അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അതുപോലെ ഇത് വിശുദ്ധ നരകമാണും ഇത് വിശുദ്ധ സ്വർഗമല്ല എന്നും പുസ്തകത്തിൽ അക്കമിട്ട് അക്ഷരം പ്രതി കാലവും നാളുകളും സഹിതം ഇത് വ്യാജമാണും എന്ന് എഴുതി അവർ പബ്ലിസിറ്റി ചെയ്ത പുസ്തകം പ്രചരിപ്പിക്കുവാൻ ഗവൺമെന്റ് സമ്മതിച്ചില്ല. കാരണം ഇവരെല്ലാവരും അവരുടെ അടിമയാണ്. അതുകൊണ്ട് ആ പുസ്തകം പബ്ലിഷ് ചെയ്യുവാൻ അനുവദിച്ചില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിക്കുമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു മരിക്കുമെന്ന് പറഞ്ഞതുപോലെ മരിക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇസ്ലാമിക പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല. യേശു ക്രിസ്തു മരിക്കാതെ അള്ളാഹു തട്ടിക്കൊണ്ടു പോയി എന്നാണ്, അള്ളാഹു എടുത്തോണ്ട് പോയെന്നാണ്. പിന്നീട് പറയുന്നത് അത് യേശുവിനെ പോലെ തോന്നുന്ന വേറെ ഒരാളിനെ പിടിച്ചിട്ട് ക്രൂശിച്ചു എന്നാണ്. അങ്ങനെ യഹൂദന്മാർക്ക് അബദ്ധം പറ്റിയെന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് യൂദായെ പിടിച്ചു, യേശുവാണെന്ന് പറഞ്ഞു യൂദായെ പിടിച്ച് ക്രൂശിച്ചു. എന്തോ ഒരു വിരോധാഭാസമാണ്. ആൾമാറാട്ടം നടത്തി തട്ടിക്കൊണ്ടു പോകുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. ദൈവത്തിന് ആൾമാറാട്ടം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. യേശു മരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നതും. പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയായി യാഗമായിട്ട് അർപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നതും. അങ്ങനെ മരിക്കുവാൻ വേണ്ടി വന്ന യേശുവിനെ തട്ടിക്കൊണ്ടു പോകുവാൻ ഒരല്ലാഹുവിനും അധികാരമില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സർവശക്തനായ ദൈവമാണ് യേശു ക്രിസ്തുവിനെയും സകല മനുഷ്യരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചതും. ആ യേശുവിനെ അള്ളാഹ് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായ ദൈവവിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക് അത് അംഗീകരിക്കുവാൻ പോയിട്ട് പുച്ഛിച്ച് ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. അല്ല, അങ്ങനെ ദൈവം ചെയ്തു എങ്കിൽ അങ്ങനെ ഒരു ദൈവത്തിൽ ആർക്ക് വിശ്വസിക്കുവാൻ വേണ്ടി കഴിയും? അങ്ങനെ ഒരു ദൈവമാണോ? പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടും
സമയം വന്നപ്പോൾ ദൈവം ആൾമാറാട്ടം നടത്തി തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എത്ര വിരോധാഭാസമാണ്, എത്ര മോശപ്പെട്ടവരും സംഗതിയാണ്. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? സർവശക്തനായ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ നാഴികയ്ക്ക് 40 വട്ടം വാക്ക് മാറ്റുന്നവനല്ല നമ്മുടെ കർത്താവായ യേശു. അവൻ ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള കാര്യം മറന്നു പോകരുതും. മരിക്കാൻ വേണ്ടിയാണ് വന്നതും മരിക്കാൻ വേണ്ടി വന്ന യേശുവിനെ തട്ടിക്കൊണ്ടു പോകാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. യേശു തിരുവെഴുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, യേശു തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ 3-ാം നാൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ്. ഒന്ന് താഴോട്ട് വായിക്കാമോ? അവനിവിടെ ഇല്ല. 6-ാം വാക്യം. അവനിവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുവീൻ. 11-ാം വാക്യം. വീട്ടിലേക്ക് ഓടുന്നു. 11-ാം വാക്യം. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുകയും, വസ്തുത നാടുവാരുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. നോക്കണം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇത്രയും പടയാളികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദൃക്സാക്ഷികളാണ്. അവർ നേരെ ചെന്നും മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നും നടന്നതെല്ലാം അതുപോലെ വിവരിച്ചു പറഞ്ഞു. എന്തായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്? മഹാപുരോഹിതന്മാരും നിലമ്പാട് വീണും മാപ്പപേക്ഷിക്കണമായിരുന്നു. അയ്യോ തമ്പുരാനേം, അയ്യോ തമ്പുരാനേം, ഞങ്ങൾ അങ്ങയെയാണല്ലോ ക്രൂശിച്ചതും, അവിടുന്ന് യഥാർത്ഥമായി മശിഹ ആയിരുന്നുവല്ലോ, അങ്ങ് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റുവല്ലോ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവരെ മശിഹായിൽ വിശ്വസിക്കേണ്ടുന്നതിന് പകരം അവർ സത്യത്തെ എന്ത് ചെയ്യുകയാണ്? മൂടി വയ്ക്കുവാൻ വേണ്ടി, സത്യത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി. നമുക്കറിയാം അബയയെ കൊന്നത് ആരാണെന്ന് നമുക്കറിയാം. ഈ ഭൂമിയിലുള്ള എഴുത്തും വായനയും അറിയാമെന്ന് എല്ലാവർക്കും അറിയാം അബയയെ കൊന്നതും ആരാണ് എന്നും. എന്നിട്ടും അത് ഏറ്റുപറയേണ്ടുന്ന സഭ, സത്യത്തിന് അബയയുടെ പക്ഷത്ത് നിൽക്കേണ്ടുന്ന സഭ, അബയയുടെ വീട്ടുകാർക്ക് അനുകൂലമായി നിൽക്കേണ്ടുന്ന സഭ, തെറ്റ് ചെയ്ത പാപം ചെയ്ത പുരോഹിതന്മാരെയും കന്യാസിമാരെയും പിടിച്ച് ജയിലിലടക്കേണ്ടതിന് പകരം എന്നിട്ട് ക്രൂരകൃത്യം ചെയ്ത ഈ പുരോഹിത വർഗത്തിന്റെ കൂടെ നിന്നിട്ടും സത്യത്തെ അവരെന്താക്കി മാറ്റുകയാണ്? വ്യാജമാക്കി മാറ്റുകയാണ്. സത്യത്തെ മൂടി വയ്ക്കുവാൻ വേണ്ടി എത്ര വർഷങ്ങളായിട്ട് ഈ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം ഈ കേസ് അന്വേഷിച്ച സകല പോലീസ് ഓഫീസേഴ്സിനും സകല കമ്മീഷനും ഈ സത്യം അറിയാം. പക്ഷെ ആരും ഒരക്ഷരം എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. കാരണം സഭയുടെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അവർ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടതിന് പകരം അനീതിയുടെ പക്ഷത്ത് നിൽക്കുകയാണ്. ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെ മഹാപുരോഹിത വർഗം സംഭവിച്ചതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മാനസാന്തരപ്പെടേണ്ടതിന് പകരം മറിച്ച് അവർ വേണ്ടുവോളം ദേവാലയത്തിൽ വീണ പണം ചാക്കുകളിനകത്താക്കി കെട്ടുകണക്കിന് ചാക്ക് കണക്കിന് പണം പടയാളികൾക്ക് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കണം. ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പടയാളികളെ വിന്യസിപ്പിച്ചതും കല്ലറ ഉറപ്പാക്കിയതും റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചതും ഒന്നും നാട്ടുകാർക്കാർക്കും അറിയത്തില്ല. നാട്ടുകാർക്ക് യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്യുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കല്ലറയുടെ മുമ്പിൽ ഒരു കല്ലുരുട്ടി വെച്ച് എല്ലാവരും പോകുന്ന കാഴ്ച എല്ലാവരും പോയി. അത് കഴിഞ്ഞ് രാത്രിയിൽ നടന്ന സംഭവങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ഇത്രയും വലിയ സന്നാഹം അവിടെ ഉണ്ടാക്കിയെന്നും മഹാപുരോഹിത വർഗം പറയുകയാണ്. അവന്റെ ശിഷ്യന്മാരെയും അവരെ എന്ത് ചെയ്തു? കട്ടുകൊണ്ട് പോയി എന്നും പ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എന്നാൽ പടയാളികൾ ഭയപ്പെട്ടു. പടയാളികൾ ഭയപ്പെട്ടപ്പോൾ പുരോഹിതവർഗം അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വസ്തുത നാടുവാഴികളുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, ഞങ്ങൾ കാര്യം കൈകാര്യം ചെയ്തോളാം.
ഇന്ന് കൊട്ടേഷൻ കൊടുക്കുന്നത് പോലും 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഒരാളിനെ കൊല്ലുവാൻ വേണ്ടി ഒരു നേതാവ് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ കൊട്ടേഷൻ വാങ്ങുന്ന ആള് 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് കൊല്ലുവാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. എനിക്കുള്ള രാഷ്ട്രീയ സ്വാധീനം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട, പിടിക്കപ്പെട്ടാലും പേടിക്കേണ്ട. 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങളെ പൂ പോലെ ഞാൻ എന്ത് ചെയ്യും, രക്ഷിച്ചു കൊള്ളാം എന്നും അവർക്ക് ഉറപ്പ് കൊടുത്തും. അങ്ങനെയാണല്ലോ ഈ കൊട്ടേഷനുകൾ നടക്കുന്നത്. ഇവിടെയും പറയുകയാണ്, നാടുവാഴിയുടെ അടുക്കൽ ഈ വിവരം എത്തിക്കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഞങ്ങൾക്കുള്ള അധികാരവും സ്വാധീനവും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരെന്ത് ചെയ്ത്, വസ്തു 15-ാം വാക്യം, അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുരോഹിത വർഗം ചെയ്ത ഏറ്റവും വലിയ കൊലച്ചതി എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ, ഇന്നും സമൂഹത്തെ അതിന്റെ ഇമ്പാക്ട് ഇന്നും ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുരോഹിത വർഗം ചെയ്ത ഏറ്റവും നീചമായ, നിന്ദ്യമായ, ഈ ക്രൂരമായ ഈ പരിപാടി കൊണ്ട്, പ്രവൃത്തി കൊണ്ടും ഇന്നും ലോകം അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 പേര് പറയുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്നും, 100 പേര് പറയുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്നും. രാഷ്ട്രീയ സ്വാധീനമുള്ള, പണമുള്ള, പ്രതാപമുള്ള ആളുകൾ പറയുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്നും. ആര് പറയുന്നതാ വിശ്വസിക്കുന്നത്? 10 പേര് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? 100 പേര് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? ഈ കഥ ഇങ്ങനെ വ്യാപരിക്കുവാൻ വേണ്ടി തുടങ്ങി. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പിന്നീട് ഇത് മാറി മാറി മാറി, കഥയുടെ രൂപം മാറി, ഭാവം മാറി. യേശു മരിച്ചിട്ടില്ല, യേശുവിനെ പോലെ ഒരാളിനെയാണ് കൊന്നത്, യേശു രക്ഷപ്പെട്ടും, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, യൂദാസിനെയാണ് കൊന്നത്, അല്ല യേശുവിനെ പോലെ ഇരിക്കുന്ന ഒരാളിനെയാണ് കൊന്നത്. യേശു മരിച്ചിട്ടില്ല, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഈ കഥ അങ്ങോട്ട് വ്യാപരിക്കുവാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് സിറിയയിലെത്തിയപ്പോൾ അവിടെ വെച്ചാണ് ഈ കഥ താൻ കേൾക്കുന്നത്. യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നും, യേശു മരിച്ചിട്ടില്ല എന്നും ഉള്ള, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ള ഈ സംഭവം, ഈ കഥ കേൾക്കുന്നത് സിറിയയിൽ വെച്ചാണ്. ഇത് തൻ്റെ തലയ്ക്കകത്തേക്ക് താൻ സംഗ്രഹിച്ചു വയ്ക്കുവാനിടയായി തീർന്നു. അങ്ങനെ തൻ്റെ പുസ്തകത്തിനകത്തും അത് എഴുതി വെച്ചു, യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, അത് വെറും കഥകൾ മാത്രമാണ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അത് വെറും കഥകൾ മാത്രമാണ്, അത് നിങ്ങളുടെയൊക്കെ തോന്നലാണ് എന്നും. നോക്കണം, ഇന്നും എത്രായിരം പേരാണ്, ലോകം മുഴുവനുമുള്ള സകല മനുഷ്യർക്ക് രക്ഷ ലഭിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നും, യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കോടിക്കണക്കിന് വിശ്വസിക്കുന്ന ഈ ആൾക്കാർക്ക് ഒരിക്കലും രക്ഷ ലഭിക്കരുത് എന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവർ, എത്ര വലിയ ചതിയാണ് ചെയ്തതെന്ന് അറിയാമോ? ഇന്നത്തെ പുരോഹിത വർഗവും അന്നത്തെ പുരോഹിത വർഗവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നും അവർക്ക് രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്. അവരോ കടക്കുന്നില്ല, കടക്കുന്നവരെ അവർ കടത്തുന്നില്ല. എന്നാലും നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകൾ ഈ പുസ്തകം വായിച്ചു. അവർക്ക് ദൈവം സത്യം വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ പുസ്തകം വായിക്കുവാൻ യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വായിക്കുന്നവനെ കൊന്നുകളയണം, വായിക്കാൻ പാടില്ല, ഇത് വിവർത്തനം ചെയ്യാൻ പാടില്ല, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ലോകം അറിയാൻ പാടില്ല, യേശുവിന്റെ വചനങ്ങൾ ആരും കേൾക്കാൻ പാടില്ല. ബൈബിൾ വിവർത്തനം ചെയ്തവരെയെല്ലാം അവർ മുച്ചോട് മുടിച്ചു അതിദാരുണമായി കൊന്നുകളയുവാനിടയായി തീർന്നു. കത്തോലിക്ക കർദിനാലായിരുന്ന ജോൺ വിക്ലിഫ് പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് തള്ളിപ്പോയി. ഇന്ന് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നതും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതും തമ്മിൽ ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നതും. ദൈവം അനുവദിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ വിവർത്തനം ചെയ്ത് ജനങ്ങൾ അറിയണം. രഹസ്യമായിട്ട് താൻ ഗുഹകളിൽ ഇരുന്നു കൊണ്ടത് വിവർത്തനം ചെയ്തു. പക്ഷെ അത് പിടിക്കപ്പെട്ടും തന്നെ കൊന്നും കുഴിച്ചിട്ടും എന്നിട്ടും കോപം തീരാനും. കാരണം താൻ വിവർത്തനം ചെയ്തത് പുസ്തകം അവർക്ക് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. താൻ വധിക്കപ്പെടുന്നതിന് മുമ്പ് താൻ വിവർത്തനം ചെയ്തത് മാറ്റിയിരുന്നു.
സുരക്ഷിതമായ സ്ഥലത്തേക്ക് അത് മാറ്റി. അതുകൊണ്ട് ഈ കത്തോലിക്ക മതമേലാളന്മാർക്ക് അവരുടെ ദേഷ്യം സഹിക്കാൻ മേല കുഴിച്ചിട്ടും ഡെഡ് ബോഡി എന്ത് ചെയ്തു? മാന്തി എടുത്തിട്ട് വീണ്ടും തീ കൊണ്ട് കത്തിച്ച് ചാരമാക്കി. ഇവന്റെ ശരീരം പോലും ഈ ഭൂമിയിൽ ശേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കത്തിച്ച് ചാരമാക്കി. ആ ചാരം നൈൽ നദിയിൽ ഒഴുകി കളഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരു കർദിനാലായ ജോൺ ഹസ് എഴുന്നേറ്റും. അദ്ദേഹവും സഭയുടെ അന്യായങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ അദ്ദേഹവും പോരാടി. അദ്ദേഹത്തെ എന്ത് ചെയ്തു? റോമിലെ ചക്രവർത്തിയുടെ അനുവാദത്തോടെ ജീവനോടെ ചുട്ടുകൊല്ലുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ഒത്തിരിയും പേര്, മാർട്ടിൻ ലൂതർ അതിനു മുമ്പ് എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് വില്യം ടിൻഡേൽ വന്നു. അങ്ങനെ എന്തായാലും അവസാനമായി രാജാവിന്റെ അനുമതിയോടുകൂടെ ബൈബിൾ കിങ്സ് ജെയിംസ് വെർഷൻ രംഗപ്രവേശം ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെയും അത് വായിച്ച് കോടിക്കണക്കിന് ജനങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്നും ചില മതഭക്തന്മാരുണ്ട്, പുസ്തകം തുറന്ന് വായിക്കത്തില്ല. പള്ളിയിൽ പടച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ മാത്രം അവർ വിഴുങ്ങിക്കൊണ്ട് അവർ പോകുകയാണ്. നോക്കണം, പള്ളിയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ പള്ളിയിൽ ഒരടക്കം കിട്ടും, പള്ളിയിൽ കല്യാണം നടക്കും, പള്ളിയിൽ മാമോദീസ കിട്ടും. പക്ഷെ ഒരു ഒടുക്കം കിട്ടത്തില്ല. ഒരു ഒടുക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവവചനം തുറന്നു വായിക്കണം. കർത്താവ് യേശു പറയും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കണം. കൽപ്പിച്ചതൊക്കെയും എന്തൊക്കെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ ഒക്കാവുന്നതൊക്കെ നിങ്ങൾ പ്രമാണിക്കണമെന്നല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യാൻ നല്ല ദൈവം പറഞ്ഞതും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും എന്ത് ചെയ്യണം? നിങ്ങൾ പ്രമാണിക്കണം. ഈ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവവചനം തുറന്ന് വായിക്കണം. നോക്കണം, ഇത്രയേറെ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും 500ഓളം റോമൻ പട്ടാളക്കാരും ടെമ്പിൾ ഗാർഡുകളും അന്ന് ലോകത്തിൽ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചങ്ങലയൊക്കെ കൊണ്ടുവന്നും കല്ലറ ഉറപ്പാക്കി റോമിലെ മുദ്ര കൊണ്ട് മുദ്രയിട്ടും, പക്ഷേ അതിനെയെല്ലാം തകർത്തുകൊണ്ടും കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. അതാണ് നമ്മൾ പാട്ട് പാടുന്നുണ്ട്, കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല, കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല, മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഈ ലോകത്തിലുള്ളവരെല്ലാവരും മരിച്ചു, മൺമറഞ്ഞും അവരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുന്നു. ഒരാൾ പോലും ഉയർത്തെഴുന്നേറ്റില്ല. എല്ലാവരെയും മരണം പോകി, എല്ലാവരെയും മരണം ആസ്വദിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിനെയും മരണം പോകി. എന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് മരണം പരാജയപ്പെടുകയാണ്. മരണത്തിന്റെ മുമ്പിൽ പരാജയപ്പെടാത്ത ആരും ഉണ്ടായിരുന്നില്ല. സകല ദേവന്മാരും ദേവിമാരും സകല പ്രപഞ്ചത്തിലുള്ള സകല നേതാക്കന്മാരും സകല ഗുരുക്കന്മാരും മരണത്തിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടു. ലോകം മുഴുവനും കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി മുതൽ സകലം സാമ്രാജ്യത്തിലുള്ള ഭരണാധികാരികളും മരണത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടു. അതേ മരണം യേശുവിനെയും സമീപിച്ചു. മരണം സന്തോഷിച്ചു, മരണം അട്ടഹസിച്ചു, മരണം ജയഘോഷം കൊണ്ടും. മരണത്തിന്റെ ജയം വെറും 3 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം പുറത്തു വന്നു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? നിന്റെ ജയഘോഷം എവിടെ? മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഒരുവൻ ഉയർത്തെഴുന്നേറ്റും. അത് മറ്റാരുമല്ല, മരണത്തെ മരണം കൊണ്ട് കീഴടക്കിയ കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ സങ്കീർത്തനം 16:10 വായിക്കുന്നു, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ വേണ്ടി വിടുകയില്ല. നോക്കണം, എല്ലാവരും മരിച്ചു, മണ്ണോട് ചേർന്നും. എല്ലാ ഡെഡ് ബോഡികളും പുഴു തിന്നുവാനിടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും തിന്നുവാൻ വേണ്ടി പുഴുക്കളെല്ലാം തയ്യാറായിരിക്കുകയാണ്. പക്ഷേ അവന്റെ ശരീരം ദ്രവിക്കുവാൻ, നശിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല എന്ന്
1030 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനമുണ്ടായിരുന്നു, അവൻ മരിക്കുകയില്ല. അപ്പോസ്തല പ്രവൃത്തി 2:24 ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. മരണം 3 ദിവസം ജയഘോഷം കൊണ്ടും മരണം വിചാരിച്ചു, അതേ മനുഷ്യനായി പിറന്ന ക്രിസ്തുവിനെയും ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിന്റെ മുകളിൽ ജയം പ്രാപിച്ചു. അതുകൊണ്ട് നമുക്കും പറയുവാൻ കഴിയും, നമ്മുടെ കർത്താവ് ജയിച്ചു എങ്കിൽ നമ്മളും ജയിക്കും. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചു, നാമും മരണത്തെ ജയിക്കും. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നാമും ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു, സ്വർഗത്തിൽ പോയി. അതുകൊണ്ട് നാം വിശ്വസിക്കുന്നു, നമ്മളും മരിക്കും, നമ്മളും അടക്കപ്പെടും, നമ്മളും ഉയർത്തെഴുന്നേൽക്കും. നമ്മളും കർത്താവിനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതെ, ഈ സന്തോഷ വർത്തമാനം മരണത്തോടുകൂടെ യേശുവിന്റെ കഥ അവസാനിച്ചിരുന്നുവെങ്കിൽ ലോകത്തിലേക്കും വെച്ചൊരു വലിയ നിരീക്ഷകൻ ഇങ്ങനെ എഴുതി, ഒരു തത്വചിന്തകൻ ഇങ്ങനെ എഴുതി. എനിക്ക് ബൈബിളിനോടുള്ള വിരോധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു മരിച്ചു, അതോടുകൂടെ ആ സ്റ്റോറി അങ്ങ് അവസാനിച്ചിരുന്നുവെങ്കിൽ ബൈബിൾ നന്നായിരുന്നു എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. പക്ഷെ എനിക്കിപ്പോൾ വിഷമമായി തോന്നുന്നതും ഈ കഥ ഒരു നല്ല കഥയായി തീരാതിരുന്നതും, യേശു ക്രിസ്തു മരിച്ചു, അത് കഴിഞ്ഞ് യേശു ജീവനോട് ഉയർത്തെഴുന്നേറ്റു എന്നും പറയുമ്പോൾ അയാൾക്കത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് എല്ലാവരുടെയും കഥകൾ, ലോകത്തിലുള്ള സകലരുടെയും കഥകൾ, സകല വീരഗാഥകളും മരണത്തോടുകൂടെ കഥ അവസാനിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഥ മരണത്തോടുകൂടെ അവസാനിക്കുന്നില്ല. ബൈബിൾ മരണത്തോടുകൂടെ അവസാനിപ്പിക്കുകയല്ല, മറിച്ച് അതിനപ്പുറമായിട്ടൊരു പുതിയ ചാപ്റ്ററും കൂടെ തുറന്നിട്ടാണ് അവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെയും അവസാനിക്കുന്നില്ല, വീണ്ടും ഒരു ചാപ്റ്ററോടെ തുറക്കുകയാണ്. അവൻ വീണ്ടും വരുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പോയതുപോലെ അവൻ വീണ്ടും വരും. അവൻ രാജാതിരാജാവായി ഭൂമിയെ വാഴും. അതെ, വീണ്ടും പ്രത്യാശ നമുക്ക് നന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെ, ഇത് വായിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്, ഇത് അനുസരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്, ഇത് കൊണ്ടു നടക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്, ഇത് പ്രസംഗിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. ജീവനുള്ള സത്യദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നമുക്ക് ലഭിച്ച മഹാഭാഗ്യം. കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ ഈ ഉയർപ്പിന്റെ സന്ദേശം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം. അതെ, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്കും ഒരു ഉയർപ്പുണ്ട് എന്ന് നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.